ഒരു ആലിമിനോട് ഇങ്ങനെ ചോദിച്ചു, ഒരു ത്വാലിബുൽ ഇൽമ് എന്താണ് ചെയ്യേണ്ടത്, ഇൽമ് പഠിക്കുന്ന ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നീ ദിക്ർ വർദ്ധിപ്പിച്ച് ഒരു ദാക്കിറായി മാറുക, സദാ ദിക്റുള്ള ഒരാളായി മാറുക. പിന്നെ ബാക്കി കാര്യങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അത് അള്ളാഹു നിനക്ക് എളുപ്പമാക്കി തരും. അത് പറഞ്ഞു തരുന്ന ഉലമാക്കളെയും അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഇൽമിന്റെ കിതാബുകളും ഇതെല്ലാം അള്ളാഹു നിനക്ക് സൗകര്യപ്പെടുത്തി തരും. നീ ആദ്യം അള്ളാഹു ധാരാളം ഓർക്കുന്ന ഒരാളായി മാറുക എന്ന് ഉപദേശിച്ചത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ദിക്റിനെ കുറിച്ച് കൂടുതൽ പറയുകയാണ്. എന്തൊക്കെയാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ, ഏതൊക്കെ ദിക്റാണ് പതിവാക്കേണ്ടത്, എപ്പോഴാണ് അള്ളാഹുനെ അദ്ദാക്കിറൂന അല്ലാഹ കസീറൻ എന്ന് പറയാൻ സാധിക്കുക, അള്ളാഹിനെ ധാരാളം ഓർക്കുന്നവൻ എന്ന ആ ലിസ്റ്റിൽ എപ്പോഴാണ് പെടുക. ഇബ്നു തൈമിയ്യ പറയുന്നു, അഖല്ലു ദാലിക, ഏറ്റവും മിനിമം എന്ത് വേണം ദിക്റിന്റെ കാര്യത്തിൽ, അയ്യുലാസിമുൽ അബ്ദു അൽ അദ്കാർ അൽ മഅ്സൂറത അൻ മുഅല്ലിമിൽ ഖൈരി വ ഇമാമിൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ ഇമാമും മുഅല്ലിമുൽ ഖൈർ നന്മ പഠിപ്പിക്കുന്നവരുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ദിക്റുകൾ പതിവാക്കുക. കൽ അദ്കാരിൽ മുഅഖ്ഖതതി ഫി അവ്വലിൻ നഹാരി വ ആഖിരിഹി, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്ർ പോലെ, വഇൻദ അഖ്ദിൽ മദ്ജ, ഉറങ്ങാൻ നേരത്തുള്ള ദിക്റുകൾ പോലെ, വഇൻദൽ ഇസ്തിഖാദി മിനൽ മനാം, ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്തുള്ള അദ്കാറുകൾ, വഅദ്ബാരി സ്വലവാത്തി വഅദ്ബാരി സ്വലവാത്ത്, നമസ്കാര ശേഷമുള്ള അദ്കാർ, വൽ അദ്കാരിൽ മുഖയ്യദ, അതുപോലെ സമയം നിശ്ചയിക്കപ്പെട്ട ചില ദിക്റുകൾ ഉണ്ട്. മിസ്ലമാ യുഖാലു ഇൻദൽ അക്ലി വശുർബി വൽ ലിബാസി വൽ ജിമാ, തിന്നുകയും കുടിക്കുകയും വസന്തരിക്കുകയും അതുപോലെ ഭാര്യയുമായി ബന്ധപ്പെടുകയും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെയുള്ള ദിക്റുകൾ, വദഖൂലിൽ മൻസിലി വൽ മസ്ജിദി വൽ ഖലാ, വീട്ടിലും മസ്ജിദിലും ടോയ്ലറ്റിലും ഒക്കെ പ്രവേശിക്കുമ്പോഴുള്ള അദ്കാർ, വൽ ഖുറൂജി മിൻ ദാലിക്, ഇവിടെ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോഴുള്ള അദ്കാറുകൾ, വഅൻദൽ മത്തരി വറഅദ്, മഴ പെയ്യുമ്പോൾ അതുപോലെ മിന്നലുണ്ടാകുമ്പോഴുള്ള ദിക്ർ, ഇടിവെട്ടുമ്പോഴുള്ള ദിക്ർ, ഇല ഗൈരി ദാലിക്, മറ്റുള്ള ഇതുപോലെയുള്ള അദ്കാറുകൾ. വഖദ് സുന്നിഫത് ലഹുൽ കുതുബുൽ മുസമ്മാതു ബിഅമലിൽ യൗമി വൽ ലൈല, അമലുൽ യൗമി വൽ ലൈല എന്ന പേരിൽ അറിയപ്പെട്ട കിതാബുകളുണ്ട്. അമലുൽ യൗമി വൽ ലൈല എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ചെയ്യേണ്ട അമലുകൾ, ഓരോ സമയത്ത് ചെയ്യേണ്ട അമലുകൾ വിശദീകരിക്കുന്ന ഹദീസ് കിതാബുകളുണ്ട്. അതിലൊക്കെ പറയപ്പെട്ടുള്ള അദ്കാറുകൾ പതിവാക്കുക. ഇതാണ് ദിക്റുകൾ പതിവാക്കുന്നവർ അദ്ദാക്കിറൂന അല്ലാഹ കസീറൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒന്നാമതായി ചെയ്യേണ്ടത്, സമയം നിശ്ചയിക്കപ്പെട്ട അദ്കാറുകൾ, ഈ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെയുള്ള ദിക്റുകൾ ചൊല്ലുക. അതിന് ആ ദിക്റുകൾ പഠിക്കേണ്ടതുണ്ട്. അത് പഠിപ്പിക്കുന്ന കിതാബുകൾ വാങ്ങി, ധാരാളം കിതാബുകളുണ്ട്, അത് ഏതെങ്കിലും ഒരു കിതാബ് വാങ്ങി അത് കൊണ്ടു നടക്കുക, അത് ഹിഫ്ളാക്കുക. അതിലേറ്റവും അറിയപ്പെട്ട കിതാബാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള അൽ അദ്കാർ. അതുപോലെയുള്ള ധാരാളം കിതാബുകൾ, ഇന്ന് അറിയപ്പെട്ട ഹസ്നുൽ മുസ്ലിം, ഇങ്ങനെയുള്ള പല കിതാബുകളുമുണ്ട്. അതുപോലെ അത് കഴിഞ്ഞാൽ അടുത്ത കാര്യം സുമ്മ മുലാസമത്തു ദിക്രി മുത്ലഖൻ, മുത്ലഖായ ദിക്ർ, ഇങ്ങനെ സമയം നിശ്ചയിച്ചതല്ലാത്ത മുത്ലഖായ ദിക്റുണ്ട്. തസ്ബീഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇങ്ങനെയുള്ള ദിക്റുകൾ. വഅഫ്ളലുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അദ്ദിക്റുൽ മുത്ലഖ്, സമയം നിശ്ചയിക്കാത്ത ദിക്റുകളിൽ ഏറ്റവും അഫ്ളലായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. വഖദ് തഅരുദു അഹ്വാലുൻ യകൂനു ബഖിയത്തു ദിക്രി മിസ്ല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അഫ്ളല മിൻഹു. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഏറ്റവും അഫ്ളലായ ദിക്ർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ചില സന്ദർഭങ്ങളിൽ മറ്റു ചില ദിക്റുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാൾ ഫദ്ൽ നേടും. ഇത് പൊതുവായ ഒരു ഖാഇദയാണ്. ഏതൊരു കാര്യവും മറ്റൊന്നിനേക്കാൾ അഫ്ളലാണെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം, ചില സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യം അഥവാ ഫദ്ൽ കുറവുള്ള കാര്യം ഒന്നാമതെത്താൻ സാധ്യതയുണ്ട്. അത് ഫദ്ലിന്റെ കാര്യത്തിൽ ഒരു ഖാഇദയാണ്. ഏതൊരു കാര്യവും അഫ്ളലാണെന്ന് പറഞ്ഞാൽ ആ അഫ്ളൽ അല്ലാത്തത്, മഫ്ളൂലായിട്ടുള്ളത് ചില സന്ദർഭങ്ങൾ അഫ്ളലായി മാറും. ഏതുപോലെ ഉദാഹരണത്തിന് സ്ത്രീകൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് അഫ്ളൽ. നമസ്കാരം സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് അഫ്ളൽ. ബുയൂതുഹുന്ന ഖൈറുൽ ലഹുൻ. പക്ഷെ പള്ളിയിൽ മസ്ജിദിൽ ഒരു ഇൽമിന്റെ മജ്ലിസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ മസ്ജിദിൽ ഇമാം നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതുന്നയാളാണ്, ആ ഇമാമിന്റെ പിന്നിൽ നമസ്കരിച്ചാൽ ഖുശൂ കൂടുതലുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിലോ, വീട്ടിൽ നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലോ, അത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ള ഷർത്തുകൾ പാലിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് പുറപ്പെടുന്നതെങ്കിൽ, അദബുകൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ അത് അഫ്ളലാകും. അപ്പോൾ ഫദ്ൽ എന്ന് പറയുന്നത് എപ്പോഴും മാറാവുന്ന കാര്യമാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാവുന്ന കാര്യമാണ്. ഇപ്പൊ ഇവിടെ തസ്ബീഹ് ചില സന്ദർഭങ്ങളിൽ കൂടുതൽ ഫദ്ൽ നേടും. എപ്പോഴാണ്? ഉദാഹരണത്തിന് സുജൂദിൽ ഒരു ദിക്ർ മാത്രം ചൊല്ലാനുള്ള അവസരമുള്ളൂ എന്ന് വിചാരിക്കുക. ആ സമയത്ത് തസ്ബീഹാണ് സുജൂദിൽ ചെയ്യേണ്ടത്. സുബ്ഹാന റബ്ബിയൽ അഅല എന്നുള്ളതാണ് സുജൂദിന്റെ ദിക്ർ. ഇതുപോലെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെയധികം ഗഫലത്തിലായിട്ടുള്ള ഒരു കാര്യമാണ്. പലതരത്തിലുള്ള ശുഗലുകൾ കാരണം ദിക്റുകൾ വീഴ്ച വരുത്തുന്നവരാണ് നമ്മളൊക്കെ. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഈ ദിക്റുകൾ രാവിലെയും വൈകുന്നേരമുള്ള ദിക്ർ പ്രത്യേകിച്ച് അതൊക്കെ നമ്മുടെ രക്ഷയാണ്. അതുപോലെ തന്നെ മുത്തലക്കായിട്ടുള്ള ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അങ്ങനെയുള്ള അദ്കാറുകൾ
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇതൊക്കെ നമ്മുടെ രക്ഷാ കവചമാണ്. ഇതെത്രമാത്രം നമ്മൾ വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് പിശാചിന്റെ ഷെറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. എത്രമാത്രം നമ്മൾ വീഴ്ച വരുത്തുന്നുവോ അതിനനുസരിച്ച് ഷൈത്താന്റെ ഷെർ നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കും. സഹാബത്തിന്റെ ചരിത്രത്തിൽ, അതുപോലെ സലഫുകളുടെ ചരിത്രത്തിൽ നമുക്ക് പറയാൻ നാണം തോന്നുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദിക്റിന്റെ കാര്യത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം 12,000 തസ്ബീഹ് ചൊല്ലുമായിരുന്നു. സുബ്ഹാനല്ലാഹ് എന്നുള്ളത് 12,000 പ്രാവശ്യം ചൊല്ലിയിരുന്നു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ശൈഖുൽ ഇസ്ലാം പറയുന്നു, ثم يعلم أن كل ما تكلم به اللسان وتصوره القلب. ഈ ദിക്ർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം എന്താണ്? ഒരു മനുഷ്യൻ നാവ് കൊണ്ട് പറയുന്നതും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും മിമ്മ യുഖർരിബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ. ഒരാൾ ഇരുന്ന് ചിന്തിക്കുകയാണ്, ആ ചിന്തിക്കുന്നത് ഇൽമിനെ കുറിച്ചാണ്, അള്ളാഹുവിനെ കുറിച്ചാണ്, ഖുർആനിലെ ഒരു ആയത്തിനെ കുറിച്ചാണ്, ഒരു ഹദീസിനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ അത് ദിക്റാണ്. അതുപോലെ നാവ് കൊണ്ട് സംസാരിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ്. ഒരാളെ ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ ഒരാളോട് ഇൽമ് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇങ്ങനെ നാവ് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം മിൻ തഅല്ലും ഇൽമിൻ, ഇൽമ് പഠിക്കലാവട്ടെ, വ തഅലീമിഹി, ഇൽമ് പഠിപ്പിക്കലാവട്ടെ, വ അംരി ബിൽ മഅറൂഫിൻ വ നഹ്യിൻ അൻ മുൻകർ, നന്മ കൽപ്പിക്കലോ തിന്മ വിലക്കലോ ആവട്ടെ, ഫഹുവ മിൻ ദിക്രില്ലാഹ്, അതൊക്കെ ദിക്റിൽപ്പെട്ടതാണ്. അപ്പൊ ദിക്റിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ആമായ അർത്ഥമുണ്ട്, എല്ലാ ഇബാദത്തുകളും അതിൽപ്പെട്ടു. രണ്ടാമത്തേത് ഖാസായ അർത്ഥം, അതാണ് തസ്ബീഹും തഹ്ലീലും ഇങ്ങനെയുള്ള നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റുകൾ. ولهذا അതുകൊണ്ട് തന്നെ من اشتغل بطلب العلم النافع بعد أداء الفرائض أو جلس مجلسا يتفقه أو يفقه فيه الفقه الذي سماه الله ورسوله فقها, ആരാണോ ഇൽമു പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത്, فهذا أيضا من أفضل ذكر الله, ഇതും ഏറ്റവും വലിയ ദിക്റിൽപ്പെട്ടതാണ്.